മുമ്പൊന്നും ഇങ്ങനെ സൂക്ഷിച്ച് നമുക്ക് ഭയം. കടലിലെ വെള്ളം തിരയടിച്ച് വരുമ്പോൾ പിന്നെ റോഡെല്ലാം പൊട്ടിപ്പൊളിയും തിരയടിച്ചിട്ട്. അതുപോലെ ഈ 2 വീലർ ഇങ്ങനെ പോകുന്ന സമയത്ത് അവരെ മേക്ക് വീണിട്ടെല്ലാം വണ്ടി മറിഞ്ഞ് വീണിട്ടുണ്ട്. ഞാനെല്ലാം എത്രയോട്ട് പോകുമ്പോൾ എൻ്റെ മേത്തെല്ലാം വെള്ളം തിരിച്ചിട്ട് കുളിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മകളെ മോനൊക്കെ ഇങ്ങനെ വരും, പെട്ടെന്നുണ്ട് അത് തിരയിലാവും, പെട്ടു വീണുപോയി, ശരീരമൊട്ടാകെ പൊട്ടി ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ ഈ കടൽ ഭിത്തി ഒരു ദിവസം രാത്രി ഈ പ്രദേശം മുഴുവൻ തകരുകയും ഈ പ്രദേശത്തുള്ള ആൾക്കാരെ മാറ്റി താമസിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. റോഡ് മേലെ മുഴുവൻ വെള്ളം കയറുകയും മൊത്തമായി തകർന്നു പോയി ഒരവസ്ഥയുണ്ടായി. ഒരു 5 വർഷം മുമ്പേ ഈ പ്രദേശത്തുണ്ടായ MLA ആവശ്യപ്പെടുകയുണ്ടായി, MP ആവശ്യപ്പെടുകയുണ്ടായി, ഈ പ്രദേശത്ത് ഇങ്ങനെ കടലിൻ്റെ ക്ഷോഭം ഉണ്ടാവും, ഈ പ്രദേശം അപകടാവസ്ഥയിലാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ അതൊന്നും അവർ ഉൾക്കൊള്ളാതെ പെട്ടെന്ന് ഒരു ദിവസം രാത്രിയാണ് ഇത് തകർന്നത്. ഇവിടെ ആൾക്കാർ വിളിച്ച് ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ പ്രദേശം പൂർണ്ണമായും തകർന്നുകൊണ്ട് വെള്ളം ഇങ്ങനെ അടിച്ചു കയറിയാണ് ഈ റോഡൊക്കെ തകർന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് അഴീക്കോട് MLA ആയിരിക്കുന്ന KV സുമേഷിനെ ഞങ്ങൾ ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 24 മണിക്കൂർ എന്ന ലെവലിൽ തന്നെ ഇതിൻ്റെ പ്രവൃത്തി ഘട്ടം ആരംഭിക്കാനുണ്ടായത്. അതായത് 270 മീറ്റർ ദൂരം 1,75,00,000 ഉറുപ്പിയുടെ വർക്കാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ തകർന്ന റോഡ് പൂർണ്ണമായും 25 ലക്ഷം ഉറുപ്പിക ചെലവാക്കിക്കൊണ്ട് ഈ റോഡ് നവീകരിക്കുകയുണ്ടായി. അപ്പോൾ ഈ പ്രദേശത്തുള്ള വികസനത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല പ്രവർത്തനമാണ് KV സുമേഷ് എന്ന MLA ഭാഗത്തുനിന്നുണ്ടായത്. അത് ഇനിയും ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ പ്രദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇനി നല്ല രീതിയിൽ ഈ പ്രദേശത്ത് ഉണ്ടാവണം എന്നാണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത്. അവിടെയും ഇതുപോലെ തന്നെയാണ് പെട്ടെന്ന് MLA ഇടപെടുകയും സുമേഷ് ഇടപെടുകയും ആ പ്രദേശത്തും ഇതുപോലെ തന്നെ കടൽ ഭിത്തി പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രവർത്തനമാണ് നമ്മുടെ ഈ MLA ഈ പ്രദേശത്ത് നടത്തിയിട്ടുള്ളത് എന്നാണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കരമായ കടൽക്ഷോഭം മുമ്പുണ്ടായിട്ടുണ്ട്. ആ കടൽക്ഷോഭത്തിൽ തിരയടിച്ച് വന്ന് എല്ലാ ഉപ്പ് വെള്ളവും എൻ്റെ വീട്ടിൻ്റെ ബാക്കിലാണ് കെട്ടി നിർത്താറ്. നമ്മളെല്ലാം മൊത്തം ഭയങ്കര ഭീതിയിൽ, നമ്മളെ വീട് എന്താവും. ഇന്ന് പേടിക്കാനില്ല, നമുക്ക് ഉറപ്പും തന്നിട്ടുണ്ട്, നിങ്ങളെടുക്കുന്ന ഒന്നുകൊണ്ട് പേടിക്കണം, നമ്മളെല്ലാ വീടിനെ സുരക്ഷ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്കെല്ലാം നല്ല സന്തോഷമുണ്ട്, വാക്ക് പാലിച്ചിട്ടുണ്ട്.